എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിന്ധു മധു. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയ ബഹുമാന്യരായ എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും ഇന്ന് ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാനെത്തിയ ശ്രീമതി ജസീന്ത മോറിസ്, കവയിത്രിയും അഭിനേത്രിയും മോഡലിങ്ങും നർത്തകിയും ഗായികയുമാണ് മാഡത്തിനും, അതുപോലെ സൈക്കോളജിസ്റ്റും സാമൂഹ്യ പ്രവർത്തകനും സംവിധായകനും അഭിനേതാവുമായ അഡ്വക്കേറ്റ് DL ബാബുരാജ് സർ, കവിയും ഗാനരചയിതാവും ഫിലമൻ കലാസാഹിത്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീ അജികുമാർ പനമരം എന്നിവർക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മറ്റെല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഭാരത് സേവക് സമാജിലെ എൻ്റെ കർമ്മധീരർക്കും എൻ്റെ പ്രണാമം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമായി നിലനിൽക്കുകയും ഇന്ത്യൻ ജനതയുടെ ഭാവി സ്വപ്നങ്ങൾക്ക് പര്യായമായി വളർന്നു വരികയും ചെയ്ത ഭാരത് സേവക് സമാജ് അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് 74 വർഷങ്ങൾ പൂർത്തീകരിക്കുവാൻ പോവുകയാണ്. കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1952 പാർലമെന്റിന്റെ സമ്പൂർണ്ണ അംഗീകാരത്തോടുകൂടി രൂപീകരിച്ച ദേശീയ വികസന ഏജൻസിയാണ് ഭാരത് സേവക് സമാജ് അഥവാ BSS. പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റും പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷനും പിൽക്കാലത്തെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററുമായിരുന്ന ശ്രീ ഗുൽസാർലാൽ നന്ദ ചെയർമാനുമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം ദേശവ്യാപകമായി ആരംഭിച്ചത്. അനേകായിരം പ്രവർത്തകരിലൂടെ രാഷ്ട്രനിർമ്മാണ ലക്ഷ്യമാക്കിയുള്ള സ്വയം സമർപ്പിത സേവനമാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തുടനീളം നടത്തിവരുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കം നിൽക്കുന്നവരും സമൂഹത്തിലെ ദുർബലരുമായ ജനങ്ങളെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കുക എന്നുള്ളതാണ് BSSൻ്റെ മുഖ്യമായ ലക്ഷ്യം. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും വികസനം ഉറപ്പാക്കുന്നത് അവിടുത്തെ ഗ്രാമങ്ങളുടെയും ഗ്രാമീണ ജനതയുടെ ഉന്നമനത്തിലൂടെയാണെന്നുള്ളത് ഒരു പൊതു തത്വശാസ്ത്രം. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തുടനീളം, രാജ്യത്തിനകത്തും പുറത്തും വിദേശങ്ങളിലുമായി 10,000-കണക്കിന് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തി വരുന്നത്. ഇതിനോടൊപ്പം NSDC കോഴ്സുകളും വേൾഡ് സ്കിൽ കൗൺസിൽ കോഴ്സുകളും നടത്തി വരുന്നുണ്ട്. ഇതിനു പുറമെ വ്യാവസായിക മേഖല, കാർഷിക മേഖല, പുസ്തക പ്രസിദ്ധീകരണ മേഖല, IT മേഖല, സോളാർ മേഖല, കമ്മ്യൂണിറ്റി ബാങ്കിംഗ് മേഖല, മൈക്രോ ഫിനാൻസ് മേഖല, അങ്ങനെ ധാരാളം പ്രോഗ്രാമുകളാണ് ഭാരത് സേവക് സമാജ് ഇന്ന് ഏറ്റെടുത്ത് നടത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ഒത്തിരി കലാകാരന്മാരും കലാകാരികളും ഉണ്ട്. ഏതൊരു മേഖലയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന അവർക്കാണ് ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ പുരസ്കാരമായ ഭാരത് സേവക് അവാർഡ് നൽകി ആദരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിഞ്ഞും അറിയപ്പെടാതെ കിടക്കുന്ന കലാകാരന്മാരും കലാകാരികളും സാഹിത്യകാരന്മാർ, വാസ്തുശില്പികൾ, ആയോധന കലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ളവർ, വിദ്യാഭ്യാസ വിചക്ഷണർ, ആരോഗ്യ മേഖലയിലുള്ളവർ, നിയമജ്ഞർ, അങ്ങനെ ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെയെല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവർ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് പുരസ്കാരം. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം ദേശീയ ഗാനമാണ്, രണ്ടാമത് സ്വാഗതം, മൂന്നാമത് ആശംസകളാണ്, നാലാമത് ബഹുമാന്യനും ആദരണീയനുമായ BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ അവരുടെ പ്രസംഗവും തുടർന്ന് പുരസ്കാര സമർപ്പണവുമാണ്. അത് കഴിഞ്ഞാൽ നന്ദി പ്രകാശനം, തുടർന്ന് ദേശീയ ഗാനത്തോടുകൂടി ഈ വിശിഷ്ടമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. സ്വാഗത സമയത്ത് നിങ്ങൾ ഓരോരുത്തരെയും ആദരപൂർവ്വം ഇവിടെ ക്ഷണിക്കുകയും ആദരപൂർവ്വം നിങ്ങൾ അണിയിക്കുന്ന ഷോളുകൾ ഈ പ്രോഗ്രാം കഴിയുന്നതുവരെ അവരവരുടെ കഴുത്തിൽ അണിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു ആദരവാണ് നന്ദി പ്രകാശനം. ആ നന്ദി പ്രകാശനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വേദി വിടുവാൻ പാടുള്ളെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നടക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഫോട്ടോകൾ നിങ്ങൾക്ക് ലഭ്യമാക്കുവാനായിട്ട് എൻ്റെ വാട്സാപ്പിൽ നിങ്ങളുടെ മെയിൽ ID കളാണ് അയക്കേണ്ടത്. ആ മെയിൽ ID യിൽ കൂടിയാണ് ഫോട്ടോസ് അയച്ചു തരുന്നത്. വീഡിയോയുടെ ലിങ്ക് വാട്സാപ്പിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ഭാരത് സേവക് സമാജിൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. സമ്മേളനം ഉടൻ തുടങ്ങുന്നതാണ്. BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ BSSൻ്റെ ഡയറക്ടർ ജനറൽമാരായ ശ്രീമതി ജയാശ്രീകുമാർ അവറുകളും ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ അവറുകളും അസിസ്റ്റന്റ് ഡയറക്ടർ TP വിനോദ് അവറുകളും ചേർന്ന് ആദരിച്ചാനയിക്കുകയാണ്. ദേശീയ ഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मागे, गाहे तव जय गाथा,
गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് BSSന്റെ ഡയറക്ടർ ജനറൽ ശ്രീമതി ജയ ശ്രീകുമാർ മാഡത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനായ ശ്രീ BS ബാലേന്ദ്രൻ സർ, ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, ഇവിടെ ഇന്ന് ഭാരത് സേവക് ഉപഹാരം സ്വീകരിക്കാൻ എത്തിയിട്ടുള്ളവരെ, ഈ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് ഉപഹാര സമർപ്പണമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഈ മാസത്തെ ഉപഹാര സമർപ്പണമാണ് നടക്കുന്നത്. ഭാരത് സേവക് സമാജിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ നേരത്തെ നിങ്ങൾ ശ്രവിച്ചു കഴിഞ്ഞതാണ്, കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. ഭാരത് സേവക് സമാജ് ദേശീയ വ്യാപകമായി ഏർപ്പെടുത്തിയിട്ടുള്ള ഉപഹാരമാണ് ഭാരത് സേവക് ഉപഹാരം എന്നുള്ളത്. ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തന മേഖലയിലെ ഒരു വ്യത്യസ്ത പ്രവർത്തനമാണ് ഈ ഉപഹാര സമർപ്പണം. നമ്മുടെ സമൂഹത്തിൽ ധാരാളം മേഖലയിൽ പ്രവർത്തിയെടുക്കുന്നവരുണ്ട്. ചെറുതും വലുതുമായ പ്രവർത്തിയെടുക്കുന്നവരെല്ലാം തന്നെ നമ്മുടെ സമൂഹ നന്മയ്ക്കായി അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ നൽകുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ഈ ഓരോ വ്യക്തികളെയും അവരെന്തുകൊണ്ടാണ് രാഷ്ട്രസേവനത്തിൽ എന്താണ് അവരുടെ കൈമുതലായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുകയും അവരുടെ പ്രവർത്തനം കൂടുതൽ മികച്ചതാക്കി മാറ്റാനുള്ള ഒരു പ്രോത്സാഹനം എന്ന നിലയിലാണ് ഭാരത് സേവക് ഉപഹാരം നമ്മൾ ഈ വ്യക്തിത്വങ്ങളെ കണ്ടെത്തി നമ്മൾ അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും അങ്ങേയറ്റം പ്രശസ്തരും അതുപോലെ തന്നെ ധാരാളം മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമാണ്. അവരുടെ എല്ലാം ബയോഡേറ്റ നോക്കുമ്പോൾ നമുക്കറിയാം ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുള്ളവരുമാണ്. പക്ഷേ ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് ഉപഹാരത്തെപ്പറ്റി പറയുമ്പോൾ ഒരു ദേശീയ ഉപഹാരമാണത്. നമ്മുടെ കർമ്മമണ്ഡലത്തിൽ നമ്മൾ കാഴ്ചവെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ദേശീയ ഉപഹാരം. അതുപോലെ തന്നെ നമ്മുടെ വരും തലമുറകൾ നമ്മളുടെ മുമ്പിൽ നിങ്ങൾ എന്താണ് സമൂഹത്തിന് കാഴ്ചവെച്ചിട്ടുള്ളതെന്ന് അവരുടെ മുമ്പിൽ മനസ്സിലാക്കി കൊടുക്കുകയും അവരെ നിങ്ങളുടെ പാതയിലൂടെ പ്രവർത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ അവാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നിവിടെ ഏകദേശം 45 പേരാണ് ഭാരത് സേവക് ഉപഹാരം സ്വീകരിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഓരോരുത്തരും വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ളവരാണ്. എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് ഒറ്റവാചകത്തിൽ ആദ്യമേ സ്വാഗതം പറയുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഭാരത് സേവക് സമാജിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഭാരത് സേവക് സമാജിനെ ഈ വിധത്തിൽ സജ്ജമാക്കിയത് അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ എന്ന പദവിയിലേക്ക്, ആ സമുന്നത പദവിയിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചതും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി തന്നെയാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തിന് പുറത്തു പോലും ധാരാളം പ്രവർത്തനങ്ങളുമായി നിലകൊള്ളുന്നത്. ഏത് പ്രവർത്തന മേഖലയിലും കാലെടുത്ത് വയ്ക്കുവാനും അത് വിജയകരമായി മാറ്റുവാനും ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തകരെ സജ്ജമാക്കുന്ന അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഭാരത് സേവക് സമാജിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയുമാണ്. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഭാരത് സേവക് സമാജിൻ്റെ ഓരോ പ്രവർത്തകരും ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതും അതിൻ്റെ സെൽഫ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സായി മാറിയിരിക്കുകയും ചെയ്യുന്നത്. സ്വയം സമർപ്പിത പ്രവർത്തകരാണ് ഭാരത് സേവക് സമാജിൻ്റെ എല്ലാ പ്രവർത്തകരും തന്നെ. ആ പ്രവർത്തനത്തിലൂടെയാണ് ആ പ്രവർത്തകരിലൂടെയും ആ പ്രവർത്തനങ്ങളിലൂടെയാണ് ഭാരത് സേവക് സമാജ് ഇന്ന് ഇത്രയും നല്ലൊരു നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഭാരത് സേവക് സമാജിനെ ഇത്രയും ശക്തമായ രീതിയിൽ, ഇത്രയും വിജയകരമായ രീതിയിൽ സമൂഹത്തിൽ നിലനിർത്തുന്ന ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറിനെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭാരത് സേവക് സമാജിൻ്റെ ഡയറക്ടർ ജനറൽ അഡ്മിനിസ്ട്രേഷൻ മഞ്ജു ശ്രീകണ്ഠൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മഞ്ജുവിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുമ്പോൾ ഉള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ എല്ലാവരുടെയും ബയോഡേറ്റ നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്തുമാത്രം വലിയ ബയോഡേറ്റയാണ് ഓരോരുത്തരും അയച്ചിട്ടുള്ളതെന്നുള്ളത്. അതിൽ പല കാര്യങ്ങളും നമ്മൾ ബ്രീഫായി മാറ്റുന്നതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയും എവിടെ നിന്ന് വിദ്യാഭ്യാസം ചെയ്തു എന്നുള്ളതും, ഒരുപക്ഷെ ധാരാളം അവാർഡുകൾ കിട്ടിയവരുടെ കുറേ അവാർഡുകൾ നമ്മൾ വായിക്കാതെ പോകുന്നുണ്ടായിരിക്കാം. അതുപോലെ സീരിയൽ സിനിമ മേഖലയിലുള്ളവരുടെ കുറച്ച് സീരിയൽ പേരുകൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. പുസ്തകം എഴുതുന്നോട്ട് കുറച്ച് പുസ്തകത്തിൻ്റെ പേരുകൾ ഒഴിവാക്കുന്നുണ്ട്. ഇതെല്ലാം സമയത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് മാത്രമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശദമായ ബയോഡേറ്റ, ഇത്രയും നാൾ കൊടുത്തിട്ടുള്ള എല്ലാ ഭാരത് സേവക് ഉപഹാരങ്ങൾ സ്വീകരിച്ചവരുടെയും ബയോഡേറ്റ നമ്മുടെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന് തുല്യമായ ഒരു ഭാരത് സേവക് സമാജിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്.
അതിൽ കയറി നോക്കിയാൽ അറിയാം ഇതുവരെ ഭാരത് സേവക് ഉപഹാരം ലഭിച്ചിട്ടുള്ള എല്ലാം തന്നെ ഏത് മേഖലയിലാണ് പ്രശസ്തരായിട്ടുള്ളതെന്നും എന്താണ് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്നിവിടെ കൂടിയിരിക്കുന്നവരുടെയും എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവർത്തന മേഖലയും അതുപോലെ തന്നെ വിശദാംശങ്ങളും എല്ലാം തന്നെ ആ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും. അതുകൊണ്ട് ഇവിടെ ബയോഡേറ്റയിൽ അല്പം ചുരുക്കി ആണ് വായിക്കുന്നതെങ്കിലും അതിൽ ആരും ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട എന്ന് ആദ്യമേ പറയുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം. അടുത്തതായി ഞാൻ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്വാഗതം ചെയ്യുമ്പോൾ ആ വ്യക്തി ഇവിടെ വന്ന് ഓഡിയൻസിനെ ഒന്ന് ഫേസ് ചെയ്ത് നിന്നാൽ എന്താണ് ആരാണ് നിങ്ങളുടെ ബയോഡേറ്റയും ആളിനെയും എല്ലാവർക്കും കൃത്യമായി കാണാമെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ചടങ്ങ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ പേര് വിളിക്കുമ്പോൾ ഇവിടെ വന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി ശ്രീ എൻ രാമലിംഗം, തിരുവനന്തപുരം ശാസ്തമംഗലം സ്വദേശിയാണ്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനിൽ അധ്യാപകൻ, ഗവേഷകൻ, പരിശീലകൻ, റീഡർ ആൻഡ് അസോസിയേറ്റ് പ്രൊഫസർ എന്നീ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചു. മാനേജ്മെൻറ്റ്, ലീഡർഷിപ്പ്, ഗവേണൻസ്, അക്കൗണ്ടിംഗ് ഇതെല്ലാമാണ് ഈ തസ്തികകളിലെല്ലാമാണ് ജോലി നോക്കിയിരുന്നത്. VAT, അതുപോലെ GST തുടങ്ങിയ മേഖലകളിൽ കേരളത്തിലും മറ്റു വിവിധ സംസ്ഥാനങ്ങളിലുമായി 1500-ലധികം പരിശീലന പരിപാടികൾ നടത്തിയിട്ടുണ്ട്. 34 പ്രോജക്റ്റുകളും അതുപോലെ കൺസൾട്ടൻസി സർവീസുകളും ചെയ്തിട്ടുണ്ട്. 62 ഗവേഷണ പ്രബന്ധങ്ങൾ, വർക്കിംഗ് പേപ്പറുകൾ എന്നിവ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ 6ാമത്തെ പൊതു ചിലവ് അവലോകന കമ്മിറ്റി അംഗം, കേരള ഫൈബർ ഓപ്റ്റിക്സ് നെറ്റ്വർക്കിൻ്റെ പരിശോധനാ കമ്മിറ്റി അംഗം, സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം, നികുതി നിരീക്ഷണ സെല്ലിലെ അംഗം, കേരള സർക്കാർ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഔദ്യോഗിക മേഖലയിലെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ജാഫർ ഈരാറ്റുപേട്ട, കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശി, ചരിത്ര ഗവേഷകൻ, ഗ്രന്ഥകാരൻ. നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വാര്യൻകുന്നിൻ്റെ പ്രഭ, 1921 മലബാർ കലാപവും ചക്കിപ്പറമ്പൻ കുടുംബവും, മലബാർ പോരാട്ടം, ചരിത്രവും നാട്ടുചരിത്രവും. ഇപ്പോൾ ഇതിൻ്റെ 3ാം പതിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. മാളു മലബാർ സമരത്തിലെ പെൺകരുത്ത്, നമുക്ക് പറയാം, മജാരിതയുടെ കഥ, കുന്നോളമുണ്ട് പറയാൻ, നാടുകൾ, നാടുവാഴികൾ, അങ്ങനെ ധാരാളം ചരിത്ര പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇതുകൂടാതെ സ്വന്തമായി തിരക്കഥ എഴുതിയ മലബാർ സിംഹം, വാര്യൻകുന്നൻ എന്ന ഷോർട്ട് ഫിലിം നിർമ്മിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക മലയാളം ദിനപത്രങ്ങളിലും ഫീച്ചറുകളിലും ലേഖനങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലബാറിൽ ആകമാനവും പുറത്തും വ്യാപിച്ചു കിടക്കുന്ന ചക്കിപ്പറമ്പൻ വാര്യൻകുന്നത്ത് കുടുംബ അസോസിയേഷൻ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി, എമർജ് ആശുപത്രി, എമർജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒപ്റ്റോമെട്രിക് സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ, ക്രസൻറ്റ് സ്കൂൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വൈസ് ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. കേരള സംസ്കൃതി പുരസ്കാരം, ഐഡിയൽ പുരസ്കാരം, ഈരാറ്റുപേട്ട നഗരസഭാ പുരസ്കാരം, GEA പ്രവാസി പുരസ്കാരം, മലബാർ ഹെറിറ്റേജ് പുരസ്കാരം, 2024 CG സംസ്ഥാന കമ്മിറ്റി പുരസ്കാരം തുടങ്ങി ധാരാളം അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ചരിത്ര ഗവേഷണ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ CM നീലകണ്ഠൻ, പാലക്കാട് സൊണ്ണൂർ സ്വദേശി, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഗവൺമെൻറ് കോളേജ്, പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെൻറ് സംസ്കൃത കോളേജ് എന്നിവിടങ്ങളിൽ 19 വർഷം അധ്യാപകനായി പ്രവർത്തിച്ചതിന് ശേഷം സംസ്കൃത സർവകലാശാലയിൽ പബ്ലിക്കേഷൻ ഡയറക്ടറായി പ്രവർത്തിച്ചു. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ അക്കാഡമിക് ഡയറക്ടറായി പ്രവർത്തിച്ചു. സംസ്കൃത സർവകലാശാലയിൽ പബ്ലിക്കേഷൻ ഡയറക്ടറായിരുന്നു. സംസ്കൃതം, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിലായി നിരവധി ഗ്രന്ഥങ്ങളുടെ മോണോഗ്രാഫുകളുടെ കർത്താവ്, എഡിറ്റർ, സഹ എഡിറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കേരള സാഹിത്യ അക്കാദമി എൻഡോമെൻ്റ് അവാർഡ് അടക്കം ധാരാളം പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെയും കേന്ദ്രത്തിലെയും നിരവധി സർക്കാർ, അർദ്ധ സർക്കാർ, പ്രൈവറ്റ്, അക്കാദമിക്, സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ചെയർമാൻ, മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള നിരവധി പ്രോജക്റ്റുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ ലക്ഷ്മി ദേവി CG, എർത്ത് എൻവയോൺമെൻറ്റ് സയൻസ്, ക്രിട്ടിക്കൽ സോൺ റിസർച്ച്, സോഷ്യോളജി, എഡ്യൂക്കേഷണൽ റിസർച്ച് എന്നിവയിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് സെഡിമെൻറ്റോളജിസ്റ്റുകളിൽ നിന്ന് 2011 മികച്ച ഗവേഷണ പേപ്പർ അവാർഡ് ലഭിച്ചത് കൂടാതെ ഫ്രഞ്ച് സർക്കാരിൻ്റെ റീജിയണൽ ഫെലോഷിപ്പും ഫ്രാൻസിലെ പോയിറ്റിയസ് സർവകലാശാലയിൽ ഇൻറ്റേൺഷിപ്പും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നോളജ് സിസ്റ്റം സെൽ, യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂ സെൽ തുടങ്ങിയ
തുടങ്ങിയ ഒരു സമഗ്ര വിദ്യാഭ്യാസ സമ്പ്രദായം കോളേജുകളിൽ അവതരിപ്പിച്ചു. കൂടാതെ നേച്ചർ ക്ലബ്ബും സസ്റ്റൈനബിലിറ്റി ക്ലബ്ബും ആരംഭിച്ചു. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സാമൂഹ്യ സേവനത്തിലേക്ക് കൊണ്ടുവന്നു. 40-ലേറെ ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളിലും ശില്പശാലകളിലും പങ്കെടുത്ത പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്കൂളുകളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പെർഫോമിംഗ് ആർട്സിലൂടെ ഫലപ്രദമായ അധ്യാപന രീതികൾ വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുമുള്ള ഗവേഷണത്തിലാണ് ഇപ്പോൾ. ക്രിട്ടിക്കൽ സോൺ റിസർച്ച്, സോയിൽ സയൻസ്, എൻവയോൺമെൻറ്റൽ സയൻസ്, അഗ്രികൾച്ചറൽ സയൻസ്, സോഷ്യോളജി, ഇന്ത്യൻ നോളജ് സിസ്റ്റം തുടങ്ങിയവയാണ് പ്രധാന ഗവേഷണ മേഖലകൾ. റിസർച്ച് സെൽ കോർഡിനേറ്റർ, നാക് ക്രൈറ്റീരിയ ഹെഡ്, IQAC അംഗം, സ്റ്റുഡൻറ് ഗ്രീവൻസ് റിട്രസൽ സെൽ അംഗം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെൽ കോർഡിനേറ്റർ, ഗോ ഗ്രീൻ ക്ലബ് കോർഡിനേറ്റർ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. നിലവിൽ മാഹി കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയുടെ പ്രിൻസിപ്പലാണ്. എൻവയോൺമെൻറ്റ് മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അഷ്റഫ് കൊയിലോത്താൻ കണ്ടിയിൽ, കോഴിക്കോട് കൊടിയൂറ സ്വദേശി, കോക്കേരി ഗവൺമെൻറ് കോളേജിൽ പ്രിൻസിപ്പൽ ഇൻചാർജായി സേവനമനുഷ്ഠിക്കുന്നു. നാദാപുരം ഗവൺമെൻറ് കോളേജ് സ്പെഷ്യൽ ഓഫീസറായിരുന്ന കാലയളവിൽ BSc ഫിസിക്സ് അടക്കം 5 കോഴ്സുകൾ കോളേജിലേക്ക് കൊണ്ടുവരുന്നതിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചു. ചരിത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഗവേഷണ പ്രബന്ധങ്ങളും പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആനുകാലികങ്ങളിൽ ലേഖനങ്ങളും എഴുതാറുണ്ട്. മോക്കേരി കോളേജിൽ ചരിത്ര വിഭാഗം അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രോജക്റ്റ് നടപ്പിലാക്കി വരുന്നു. ഇതിൻ്റെ ഭാഗമായി ഒരു ഹെറിറ്റേജ് മ്യൂസിയം വിപുലീകരിച്ചു വരുന്നു. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ക്ഷണപ്രകാരം സ്റ്റഡി US ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോഗ്രാമിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അക്കാഡമിക് കൗൺസിൽ അംഗവുമായിരുന്നു. കോളേജ് അധ്യാപക സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് കേരള കോളേജ് ടീച്ചേഴ്സ് സ്ഥാപക ജനറൽ സെക്രട്ടറിയും മുൻ സംസ്ഥാന പ്രസിഡന്റുമാണ്. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ അമ്മുക്കുട്ടി KP, കോഴിക്കോട് വടകര സ്വദേശി, ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൽ സ്ഥിര അംഗം, കേരളത്തിലെ വിവിധ ഗവൺമെൻറ് കോളേജുകളിൽ അധ്യാപികയായി പ്രവർത്തിച്ചു. വടകര എഡ്യൂക്കേഷൻ സഹകരണ സൊസൈറ്റി ഡയറക്ടർ, IGNOU സ്റ്റഡി സെൻറ്റർ അസിസ്റ്റന്റ് കോർഡിനേറ്റർ, പ്രിയദർശിനി ജനശ്രീ സംഘം ചെയറോഡിൻ്റെ ചെയർപേഴ്സൺ, മഹാത്മാ ആർട്സ് ആൻഡ് സർവീസ് സൊസൈറ്റിയുടെ മെമ്പർ, ലയൺസ് ക്ലബ്ബ് ഓഫ് വടകര മിഡ് ടൗൺ മെമ്പർ, വടകര വോയിസ് ഓഫ് വനിതാ ഫോറം മെമ്പർ, മടപ്പള്ളി ചരിത്ര വിഭാഗം പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി, സോഷ്യോ കൾച്ചറൽ ഇനിഷ്യേറ്റീവ് ഓഫ് മടപ്പള്ളി അലുമിനി കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. ഗവൺമെൻറ് കോളേജ് മടപ്പള്ളിയിലെ ചരിത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിട്ടാണ് വിരമിച്ചത്. അധ്യാപന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാജൻ V. പൊഴിയൂർ, തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശി, അധ്യാപകൻ, കഥാകൃത്ത്, കവി, നാടകരചയിതാവ്, അഭിനേതാവ്, സംവിധായകൻ, നിരൂപകൻ, പ്രഭാഷകൻ, സാമൂഹ്യ പ്രവർത്തകൻ, പരിസ്ഥിതി പ്രവർത്തകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ. പൊഴിയൂരിലെ അഗതികൾക്ക് കാളിയമ്മ ഭവന പദ്ധതി, നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ചിൽഡ്രൻസ് പാർക്ക്, ബിരാലി വിമല ഹൃദയ സ്കൂളിലെ കുഴൽക്കിണർ കുടിവെള്ള പദ്ധതി, ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ സഹായ പദ്ധതി, നിർദ്ധനരായ കുടുംബങ്ങൾക്കുള്ള സോളാർ ലാൻഡേൺ പദ്ധതി, വിവിധ സ്കൂളുകൾക്കും ആശുപത്രികൾക്കുമുള്ള വീൽചെയർ പദ്ധതി, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതി, വിവിധ സ്കൂളുകളിൽ ടോയ്ലറ്റുകൾ നിർമ്മിച്ചത് ഉൾപ്പെടെയുള്ള ധാരാളം സാമൂഹ്യ പ്രവർത്തനങ്ങൾ, മഹാത്മാ ഗ്രാമീണ കവിതാ പുരസ്കാരം, KC സെബാസ്റ്റ്യൻ സ്മാരക സാഹിത്യ പുരസ്കാരം, ഗുരുശ്രേഷ്ഠ പുരസ്കാരം, നിരവധി അധ്യാപക സാഹിത്യ പുരസ്കാരങ്ങൾ, വിദ്യാരംഗം ജില്ലാ കൺവീനർക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം, മികച്ച അധ്യാപകനുള്ള സേവന വികാസ് കേന്ദ്രത്തിൻ്റെ സേവനശ്രീ, മികച്ച സാമൂഹ്യ സേവനത്തിന് ലണ്ടൻ ആസ്ഥാനമായുള്ള റോട്ടറി ഇന്റർനാഷണൽ പോൾ ഹാരിസ് ഫെലോഷിപ്പ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ തിക്കുറിശ്ശി ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി, വള്ളത്തോൾ സാഹിത്യ സമിതി, പ്രൊഫസർ N. കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ എന്നിവയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, ഉദിയൻകുളങ്ങര റോട്ടറി ക്ലബ് പ്രസിഡന്റ്, പൊഴിയൂർ ശാന്തിനികേതൻ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ്, പൊഴിയൂർ പൗരസമിതി സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു. ജീവകാരുണ്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീ ജയപ്രസാദ് CK, കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി, മോട്ടിവേറ്റർ. അദ്ദേഹം അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആയിരുന്നു. 3600 ആണ് 3600-ലേറെ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിയിട്ടുണ്ട്. 200-ലേറെ പേരെ വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. 1500-ലേറെ വേദികൾ പിന്നിട്ട കോഴിക്കോട് ജില്ലയിലെ ലഹരി വിരുദ്ധ നാടകമായ വരലേ ഇതുവഴി ഇനിയും വരലേ എന്ന നാടകത്തിന് പാടുകയും സംഗീതം ചെയ്യുകയും പശ്ചാത്തല സംഗീതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മികച്ച എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനത്തിലൂടെ നിരവധി വാഹനങ്ങളും നിരവധി മേജർ കേസുകളും കണ്ടെടുത്തിട്ടുണ്ട്. 2023 വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ നേടിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ മികച്ച വിമുക്തി മിഷൻ പ്രവർത്തകനുള്ള അവാർഡ്, 2023-24 വർഷത്തെ വിദ്യാർത്ഥിനികൾക്ക് മയക്കുമരുന്നെതിരെ ക്യാമ്പയിൻ നടത്തിയതിനുള്ള കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പിൻ്റെ ആദരവ് എന്നീ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഔദ്യോഗിക മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാധാകൃഷ്ണൻ A, തിരുവനന്തപുരം പൂഴിക്കുന്ന് സ്വദേശി, അഭിനേതാവ്, മിമിക്രി ആർട്ടിസ്റ്റ്. ദൂരദർശനിൽ വന്ന ജൂൺ 1 അങ്ങാടിപ്പാട്ട്, സൂര്യ TV-യിലെ ഹാസ്യരസായനം, ഇന്ദുമുഖി, ചന്ദ്രമതി, സതി ലീലാവതി, കൈരളയിലെ മിസ്റ്റർ മലയാളി, കേരളത്തിൽ വന്ന പ്രേമം പൂജ തുടങ്ങി ധാരാളം സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദൂരദർശനിൽ വന്ന ഹലോ മിമിക്രി, ഏഷ്യാനെറ്റിലെ സിനിമാല കോമഡി സ്കിറ്റുകൾ, അതുപോലെ ധാരാളം കോമഡി സ്കിറ്റുകളിലും പല ചാനലുകളിലും അതുപോലെ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവത്തിൽ നിന്ന് ആദരവ് ലഭിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റിലെ സിനിമാല പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ആകാശവാണിയിൽ യുവവാണി പ്രോഗ്രാം, ശിശുദിന പ്രോഗ്രാം, FM ആകാശവാണി ചെമ്മണ്ണൂർ ഹലോ പ്രിയഗീതം എന്ന പരിപാടികൾ നടത്തിയിട്ടുണ്ട്. സ്വന്തമായി കലാഹൃദയ ട്രൂപ്പ് എന്ന സ്ഥാപനം നടത്തിവരുന്നു. അഭിനയ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പ്രേംജിത്ത് CK, കോഴിക്കോട് മലാപ്പറമ്പ് സ്വദേശി, ചിത്രകല, ശില്പകല, ലോഹ, മ്യൂറൽ, പ്ലൈവുഡ് മ്യൂറൽ, കളിമൺ ശില്പനിർമ്മാണം എന്നീ മേഖലകളിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ലോഹത്തകിടിൽ 20ഓളം മ്യൂറൽ ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. കൂടുതലും പൈൻ മരത്തിൽ ബേൺ ആർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. 100-ലധികം ബേൺ ആർട്ട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അവയിൽ ചിലത് വടകര ഇരിങ്ങലുള്ള സർഗാല കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ബേൺ പ്ലൈവുഡിൽ 10 ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. കളിമൺ ശില്പങ്ങളും ചെയ്യുന്നു. ഫെഡറൽ ബാങ്കിലും ഹോട്ടൽ മാനേജ്മെൻറ്റ് പ്രോജക്റ്റിലും കോർഡിനേറ്ററായും മാർവനീസ് കോളേജിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ശില്പകലയിലെ പ്രാവീണ്യം കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ D സുരേഷ് കുമാർ ആശാൻ, തിരുവനന്തപുരം പാറശാല സ്വദേശി, 30 വർഷമായി പാരമ്പര്യ ചിന്താർമണി ആയുർവേദ മർമ്മ ചികിത്സകൾ ചെയ്തു വരുന്ന പാരമ്പര്യ മർമ്മ വൈദ്യനാണ്. പാരമ്പര്യ ചിന്താർമണി ആയുർവേദ മർമ്മ വിഷയങ്ങളിൽ 11 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അനുഗ്രഹ വർമ്മ ഹോളിസ്റ്റിക് ഹീലിംഗ് സെൻറ്റർ നടത്തി വരുന്നു. 1500-ലധികം വിദ്യാർത്ഥികൾ ശിഷ്യന്മാരായിട്ടുണ്ട്. 20-ലധികം പാരമ്പര്യ ചികിത്സാ കോഴ്സുകൾ പഠിച്ചിട്ടുണ്ട്. 26-ലധികം ഗുരുക്കന്മാരിൽ നിന്ന് വിദ്യകൾ പഠിച്ചിട്ടുണ്ട്. 150-ലധികം സെമിനാറുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 150-ലധികം സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. മർമ്മ ചക്രവർത്തി അവാർഡും പതാഞ്ജലി സിദ്ധർ അവാർഡ്, ഏഷ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഗോൾഡ് മെഡൽ ഉൾപ്പെടെ 31ഓളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. പാരമ്പര്യ ചികിത്സാ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സമീർ സലീം, ആലപ്പുഴ ചാരുമൂട് സ്വദേശി, മാധ്യമപ്രവർത്തകൻ. തുടക്കം ക്രൈം സ്റ്റോറി എന്ന പത്രത്തിൽ കൂടിയായിരുന്നു. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ അന്തേവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ വാർത്തയാക്കിയത് ഏറെ ജനശ്രദ്ധ നേടി. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അധികാരികൾ ചെയ്തു കൊടുത്തു. അതുപോലെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, വന്യജീവിയിൽ നിന്നും തെരുവ് നായയിൽ നിന്നും പൊതുജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നാട്ടിൽ നടക്കുന്ന ലഹരി വിൽപ്പനയും ലഹരിയുടെ ഉപയോഗത്തിന്മേൽ നടക്കുന്ന അതിക്രമങ്ങൾ എന്നിവയും അധികാരികളിൽ എത്തിച്ചിട്ടുണ്ട്. പ്രളയസമയത്തും കോവിഡ് മഹാമാരിയിലും പൊതുജനങ്ങൾക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ, മരുന്ന്, മറ്റ് സഹായങ്ങൾ എന്നിവ എത്തിച്ചു കൊടുത്തു. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് വേണ്ട അടിയന്തര സഹായങ്ങൾ ചെയ്യുവാനും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ 24 ന്യൂസ് ചാനലിൽ പ്രാദേശിക റിപ്പോർട്ടറായി പ്രവർത്തിക്കുന്നു. മാധ്യമമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ആചാര്യ V മാനുവൽ ഗുരുക്കൾ, തിരുവനന്തപുരം സ്വദേശി,
പാരമ്പര്യ വൈദ്യ ചികിത്സാ രംഗത്തും ആയോജന കലാരംഗത്തും പ്രവർത്തിക്കുന്നു. മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന അപചയങ്ങളും രോഗങ്ങളും അദ്ദേഹം കൃത്യമായ കാലയളവിൽ തന്നെ സുഖപ്പെടുത്തുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മരുന്നായാലും ചികിത്സയായാലും നിസ്വാർത്ഥതയോടെ തൻ്റെ കർമ്മം മാത്രമായി കണ്ടുകൊണ്ട് അവരെ സുഖപ്പെടുത്തി വിടുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലെ പ്രത്യേകത. കളരിയും പാരമ്പര്യ വൈദ്യവും ജാതി മത ഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ വിദേശിയെയും സ്വദേശിയെയും അഭ്യസിപ്പിക്കുന്നു. ധാരാളം അവാർഡുകളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. പാരമ്പര്യ ചികിത്സാ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ബിന്ദു കല്യാണി, കണ്ണൂർ മാടത്തിൽ സ്വദേശി, ഗായിക, ഗാനരചയിതാവ്, സംഗീത സംവിധായിക. കൈരളി ചാനലിന് വേണ്ടി ചണ്ടാലഭിഷികി എന്ന ഖണ്ഡകാവ്യം രാഘവൻ മാസ്റ്ററുടെ സംഗീത സംവിധാനത്തിൽ പാടുകയുണ്ടായി. വിവിധ ചാനലുകളിൽ പാടുകയും നിരവധി വേദികളിൽ സംഗീത കച്ചേരികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ജർമ്മനിയിൽ നടന്ന ഹെർമൻ ഹോസെ ഫെസ്റ്റിവലിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട്. കണ്ണൂർ ഇരിട്ടിയിൽ കല്യാണി സ്കൂൾ ഓഫ് കർണാട്ടിക് മ്യൂസിക് എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. കേളകം, പയ്യാവൂർ എന്നീ സ്ഥലങ്ങളിലും ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സൗജന്യ പരിശീലനം നൽകി വരുന്നുണ്ട്. ഗുരുവായൂരിൽ ചെമ്പൈ സംഗീതോത്സവത്തിൽ എല്ലാ വർഷവും പാടുന്നു. ദേവബിന്ദുക്കൾ എന്ന ഓഡിയോ CD പുറത്തിറക്കി. കൃഷ്ണ ജുവൽസിൻ്റെ ശ്രീശക്തി അവാർഡ് ഉൾപ്പെടെ ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മാഹി മലയാള കലാഗ്രാമം, കോഴിക്കോട് സിൽവർ ഹിൽസ് HSS നൃത്താലയ സ്കൂൾ എന്നിവിടങ്ങളിൽ സംഗീത അധ്യാപികയായി സേവനം നടത്തിയിട്ടുണ്ട്. സംഗീത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി P. സുകുമാരി, കാസർഗോഡ് ഉദുമ മങ്ങാട് സ്വദേശി, സാമൂഹ്യ പ്രവർത്തക. 25 വർഷമായി സാമൂഹ്യ വികസന മേഖലകളിൽ വിവിധ പദ്ധതികളിൽ സജീവമായി പ്രവർത്തിക്കുന്നു. 2003 മുതൽ 2020 വരെ സ്വജൽ ധാര, ജലനിധി എന്നീ ഗ്രാമീണ കുടിവെള്ള വിതരണ പദ്ധതിയിൽ ടീം ലീഡറായി കാസർഗോഡ് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ പ്രവർത്തിച്ചു. ഈ അവസരത്തിൽ മികച്ച ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കിനാനൂർ കരിന്തളം പഞ്ചായത്തിന് ദേശീയ അവാർഡ് നേടിക്കൊടുക്കുന്നതിന് മുഖ്യ പങ്കാളിത്തം വഹിച്ചു. ഇതുകൂടാതെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ജില്ലയുടെ റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിച്ചു. കലാ, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുന്നു. കഴിഞ്ഞ 6 വർഷമായി വനിതാ ശിശു വികസന മേഖലയിൽ കാസർഗോഡ് ജില്ലയിലെ കൗൺസിലറായി പ്രവർത്തിച്ചു വരുന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ജാഗ്രതാ സമിതിയുടെ കോർഡിനേറ്ററും കൗൺസിലറും ആയും പ്രവർത്തിക്കുന്നു. അതിക്രമത്തിന് വിധേയരാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്രയമായ സഖി വൺ സ്റ്റോപ്പ് സെൻറ്ററിൽ കൗൺസിലർ കേസ് വർക്കറായാണ് പ്രവർത്തിക്കുന്നത്. മികച്ച ജില്ലാ ജാഗ്രതയ്ക്കുള്ള കേരള വനിതാ കമ്മീഷൻ്റെ സംസ്ഥാന അവാർഡ് കാസർഗോഡ് ജില്ലയ്ക്ക് തുടർച്ചയായി ലഭിക്കാൻ ഇടയാക്കി. നിരവധി ബോധവൽക്കരണ പരിപാടികൾ, സ്ത്രീ ശാക്തീകരണ പരിപാടികൾ, ജെൻഡർ സെൻസിറ്റൈസേഷൻ പ്രവർത്തനങ്ങൾ, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് തുടങ്ങിയവയുടെ മുഖ്യ സംഘാടകയും റിസോഴ്സ് പേഴ്സണുമാണ്. വനിതാ കമ്മീഷൻ നടത്തുന്ന അദാലത്തിനും കൗൺസിലറായി സേവനം നൽകി വരുന്നു. കാസർഗോഡ് ജില്ലാ ജാഗ്രതാ സമിതിയുടെ കൗൺസിലർ കൂടിയാണ്. സാമൂഹ്യ സേവന മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മെവിൻ സുശീൽ P, മലപ്പുറം തിരൂർ സ്വദേശി, അധ്യാപകൻ, കവി, ചെറുകഥാകൃത്ത്. നവമാധ്യമങ്ങളിൽ കവിതകളും ചെറുകഥകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തുടർച്ചയായി 11 വർഷത്തോളം 1000-ഓളം ആൾക്കാർക്ക് നിത്യവും മോട്ടിവേഷണൽ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയ വഴി എത്തിച്ചുകൊണ്ടിരുന്നതിന് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട്. മലയാള ഭാഷയെ കുട്ടികൾക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലും ഏറെ പ്രചരിപ്പിക്കുന്നതിനായി സർഗരചന ക്യാമ്പുകളും വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വന്തം വീട്ടിൽ തന്നെ ലൈബ്രറിയും നടത്തി വരുന്നു. മലയാളം ലിറ്ററേച്ചർ അക്കാദമി അവാർഡ്, നാലപ്പാട്ട് അശോകൻ സ്മാരക അവാർഡ്, തെളിനീർ ട്രസ്റ്റ് പ്രശംസാ പത്രം തുടങ്ങി നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മരണത്തിൻ്റെ തണുപ്പും ഒരു ഭ്രാന്തൻ്റെ സ്വപ്നവും എന്ന ചെറുകഥാ സമാഹാരത്തിന് ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, ദി ബുക്ക് ചാനൽ ഗോവൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നീ മത്സരങ്ങളിൽ മികച്ച മലയാളം ഫിക്ഷൻ വിഭാഗത്തിൻ്റെ ആദരവ് ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ റിജേഷ് രാജൻ, മാഹി സ്വദേശി, അധ്യാപകൻ, കഥാകൃത്ത്, കവി, ലേഖകൻ, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, നിർമ്മാതാവ്. കുഞ്ഞുനാളിലെ എഴുതി തുടങ്ങി. തുടർന്ന് ധാരാളം നവമാധ്യമങ്ങളിൽ എഴുതി. ഇതുകൂടാതെ ആത്മീയ മാസികയായ ജ്യോതിഷഭൂഷണത്തിൽ 3 വർഷം ആത്മീയ ലേഖനങ്ങളും കഥകളും രചിച്ചിട്ടുണ്ട്. നിലാവ്, സ്വപ്നങ്ങൾ, മൺകൂടാരം, വെളിച്ചമില്ല രാവുകൾ, മിന്നാമിനുങ്ങ് എന്നീ ചെറുകഥകളും, നക്ഷത്ര താരാട്ട്, മയിൽപീലികൾ, കറുത്ത മന്ദാരം, മിഴിനകൾ,
പേമാരി മാനസം എന്നീ കവിതകളും എഴുതി പ്രസിദ്ധീകരിച്ചു. ഇതുകൂടാതെ സ്വാഗത ഗാന സമാഹാരവും 2 കവിതാ സമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മണ്ണാർശാല നാഗക്കാവ് എന്ന ആൽബത്തിന് പാട്ടുകളും സംവിധാനവും നിർവഹിച്ചു. പുതിയ 3 ആൽബങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കൊട്ടാരക്കര കലാ സാഹിത്യ സംഘം സാഹിത്യ പുരസ്കാരം, നിലാവ് സാഹിത്യ പുരസ്കാരം, ധാർമ്മികത ദിനപത്ര സാഹിത്യ പുരസ്കാരം തുടങ്ങി ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ എക്സൽ പബ്ലിക് സ്കൂൾ അധ്യാപകനാണ്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ദിലീപ് കുമാർ ഡി, തിരുവനന്തപുരം കണ്ണമൂല സ്വദേശി. കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായി 2004 ജോലിയിൽ പ്രവേശിച്ചു. തുടർന്ന് സർക്കിൾ ഇൻസ്പെക്ടറായും ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായും വിവിധ ജില്ലകളിൽ സേവനമനുഷ്ഠിച്ചു. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായി സേവനം അനുഷ്ഠിച്ചും റെസ്ക്യൂ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അഭിനയ രംഗത്തും സജീവമാണ്. മധുരരാജ, തിലകം, നാമം, പ്രീ ഡിഗ്രി ഒരു ചെറിയ ഡിഗ്രിയല്ല എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2025 ഫിലിം ഫെസ്റ്റിവലിൽ ഇത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. വേറിട്ട രീതിയിൽ അഭിനയിക്കുന്ന കലാഭിരുചിയുള്ള കലാകാരനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. ഇപ്പോൾ ശേഖര പെരുമാൾ അറ്റ് 1999, അർത്ഥമുഖം എന്നീ സിനിമകളുടെ തിരക്കഥാ രചനയിലാണ്. കലാരംഗത്തെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അഭിജിത്ത് KA, വയനാട് കണിയാമ്പാറ്റ സ്വദേശി, കഥാകൃത്ത്, കവി, ലേഖകൻ, സാമൂഹ്യ പ്രവർത്തകൻ. വിവിധ ഓൺലൈൻ അച്ചടി മാധ്യമങ്ങളിൽ കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ തുടങ്ങിയ പ്രസിദ്ധീകരിക്കുന്നു. വിവിധ മാഗസിനുകളുടെ എഡിറ്ററായും പ്രവർത്തിക്കുന്നുണ്ട്. കോവിഡ് കാലത്തും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ സമയത്തും ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുകയും ജില്ലാ തലത്തിൽ പ്രത്യേക പ്രശംസ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഊർജം കഥാപുരസ്കാരം ഉൾപ്പെടെയുള്ള വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൽപ്പറ്റ മേഖലാ സെക്രട്ടറി, പരിഷത്ത് ഫിലിം ക്ലബ് ജില്ലാ കൺവീനർ, മലയാള ഐക്യവേദി സംസ്ഥാന നവമാധ്യമ സമിതി കൺവീനർ, മലയാള ഐക്യവേദി വയനാട് ജില്ലാ കൺവീനർ, മലയാള സർവകലാശാല നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർ തുടങ്ങി മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാന ജില്ലാ മേഖലാ ക്യാമ്പുകളുടെ കോർഡിനേറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിവിധ സംഗീത ആൽബങ്ങളുടെയും വീഡിയോകളുടെയും ക്രിയേറ്റീവ് ഡയറക്ടർ, ഷോർട്ട് ഫിലിം ഡയറക്ടർ, ഷോർട്ട് ഫിലിമിൻ്റെ തിരക്കഥാകൃത്ത്, പോസ്റ്റർ ഡിസൈനർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. നിലവിൽ നെഹ്റു യുവകേന്ദ്ര വയനാട് ജില്ലാ ഓഫീസ് സ്റ്റാഫായി പ്രവർത്തിക്കുന്നു. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി മിനി ഗോപിനാഥ്, തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി, കവയിത്രി, കഥാകൃത്ത്, ലേഖിക. ധാരാളം പത്രങ്ങളിലും അതുപോലെ നവമാധ്യമങ്ങളിലും കഥകളും കവിതകളും നർമ്മകഥകളും എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആകാശവാണിയിൽ 14 വർഷവും ദൂരദർശനിൽ 5 വർഷവും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ചിത്രീകരണങ്ങൾക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതി ശബ്ദം നൽകി നിരവധി പരിപാടികൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള സായന്തനം പരിപാടിക്ക് വേണ്ടി തയ്യാറാക്കിയ കിളിക്കൊഞ്ചലുകൾക്ക് കാതോർക്കുന്നവർ എന്ന പരിപാടി ദേശീയ അവാർഡിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. യുവാണിയിൽ പ്രക്ഷേപണം ചെയ്ത അക്ഷരക്കാഴ്ച എന്ന പരിപാടി വേറിട്ട പരിപാടിയായി നിലകൊള്ളുന്നു. നിരവധി സ്ഥാപനങ്ങളിൽ മലയാളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംവദിക്കുകയും ക്ലാസുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. മിനി കവിതകൾ, ആക്ഷേപഹാസ്യ കഥകളുടെ സമാഹാരമായ മിനി ചിരി എന്നിവയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സിനു ഖാൻ S, ആലപ്പുഴ ചാരുമൂട് സ്വദേശി, സാമൂഹ്യ പ്രവർത്തകൻ. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ വിദ്യാർത്ഥികളുടെ അവകാശ പ്രശ്നങ്ങളിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പ്രവർത്തനങ്ങളിൽ നിന്നും കിട്ടുന്ന സാമ്പത്തികം ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി നൽകി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു. രക്തദാന മേഖലയിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചു. കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മഴ രക്തദാന സേനയ്ക്ക് രൂപം നൽകി. രക്തം ആവശ്യമായി വരുന്ന സമയത്ത് സന്നദ്ധരായ വ്യക്തികളെ കണ്ടെത്തി നൽകുവാനും സാധിക്കുന്നു. നിലവിൽ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ചാരുമൂട് ഡിവിഷണൽ മെമ്പറായി പ്രവർത്തിക്കുന്നു. രോഗികൾക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കുമായി കൂട്ടായ്മയിലൂടെ സാമ്പത്തിക സഹായം ചെയ്യുന്നു. അസുഖങ്ങളാൽ വലയുന്ന നിരവധി ആളുകൾക്ക് പരിചരണം കൊടുക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ഭക്ഷണ അലമാര ചാരുമൂട് ജംഗ്ഷനിൽ സ്ഥാപിച്ചു. 4 വർഷമായി എല്ലാ ദിവസവും മുടങ്ങാതെ വിശന്നു വരുന്നവർക്ക് ആഹാരവും വെള്ളവും നൽകാൻ കഴിയുന്നുണ്ട്.
ഒരു സംഘടനയുടെ ലേബൽ അല്ലാതെയാണ് ഈ പ്രവർത്തനങ്ങൾ, ഈ സംരംഭങ്ങൾ നടത്തുന്നത്. നിരവധി അവാർഡുകൾ ഈ സംരംഭത്തിൻ്റെ ഭാഗമായി ലഭിച്ചിട്ടുണ്ട്. നിരവധി കൂട്ടായ്മകളുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്നു. കേരള പഞ്ചായത്ത് ചാനലിൻ്റെ മികച്ച പ്രവർത്തനമുള്ള അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. 2 വർഷക്കാലം ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചു. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ശ്രീജേഷ് ഇ, മലപ്പുറം എടപ്പാൾ സ്വദേശി, ആർട്ടിസ്റ്റ്, സാമൂഹ്യ പ്രവർത്തകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ. ഒമാനിൽ 1 വർഷം അവിടുത്തെ സർക്കാരിൻ്റെ അധീനതയിലുള്ള 3ഓളം കൊട്ടാരങ്ങളിൽ ആർട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു. ഒമാനിൽ ചിത്രവര അധ്യാപകനായി ജോലി ചെയ്തു. നാട്ടിലും വിദേശത്തുമായി സ്ഥാപനങ്ങളിലും വീടുകളിലും അമ്പലങ്ങളിലും ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പ്രശസ്തരായ 1000-ലേറെ ആൾക്കാരുടെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. കൺസ്യൂമർ കോർട്ടുമായി ബന്ധപ്പെട്ട് 10-ലേറെ പേർക്ക് സഹായം ലഭ്യമാക്കി. ദയ, സാന്ത്വനം മുതലായ പാലിയേറ്റീവ് സംഘടനകളുമായി ബന്ധപ്പെട്ട് ചികിത്സാ സഹായങ്ങൾ ചെയ്തു വരുന്നു. നാട്ടിലെ ക്ഷേമ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. കേരള പരസ്യകലാ സമിതി അംഗം, ഓൾ കേരള ആർട്ട് ഗാലറി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്, പൂക്കരത്തറ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന, എടപ്പാൾ പഞ്ചായത്ത് തുടങ്ങിയവയുടെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ബിന്ദു വി കെ, ഇടുക്കി മണക്കാട് സ്വദേശി, സാമൂഹ്യ പ്രവർത്തക, ഇടുക്കി ജില്ലാ പോലീസ് മെമ്പർ. സാധാരണക്കാരുടെ നിരവധി പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തൊടുപുഴ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള സ്കൂളിൽ നിന്നും 60 SC ST കുട്ടികൾക്ക് പഠനോപകരണം നൽകിയിട്ടുണ്ട്. ആരും നോക്കാനില്ലാത്ത ആൾക്കാർക്ക് പല സംഘടനകളുമായി ചേർന്ന് മരുന്ന്, വസ്ത്രം, ആഹാര സാധനങ്ങൾ എന്നിവ നൽകി വരുന്നു. ഇടുക്കി SP കമ്മിറ്റി മെമ്പർ, തൊടുപുഴ DYSP കമ്മിറ്റി മെമ്പർ, ഭാരതീയ ദളിത് കോൺഗ്രസ് തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ്, മനുഷ്യാവകാശ സംഘടനയുടെ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ, INTUCയുടെ ഇടുക്കി വനിതാ വിങ്ങിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി, INTUCയുടെ തൊടുപുഴ റീജിയണൽ വൈസ് പ്രസിഡന്റ്, തൊടുപുഴ SC ST വെൽഫെയർ സൊസൈറ്റിയുടെ ബോർഡ് മെമ്പർ, ജവഹർ ബാലമഞ്ചിൻ്റെ തൊടുപുഴ കോർഡിനേറ്റർ, കുടുംബശ്രീയുടെ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഗോകുലപാലൻ, എറണാകുളം വൈറ്റില സ്വദേശി, കവി. മാസികകളിലും സോഷ്യൽ മീഡിയകളിലും കവിതകൾ എഴുതി പ്രസിദ്ധീകരിക്കുന്നു. ശ്രീജന്മം, പുണ്യജന്മം, നഷ്ടസ്വപ്നങ്ങൾ എന്നീ കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു. യൂട്യൂബിൽ 100ഓളം കവിതകൾ എഴുതി വീഡിയോ ചെയ്തിട്ടുണ്ട്. ധാരാളം ആൽബങ്ങൾക്ക് രചനകൾ നിർവഹിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ സംഗമവേദിയുടെ കാവ്യപ്രതിഭാ പുരസ്കാരം, അക്ഷര കേരളത്തിൻ്റെ സാഹിത്യ പുരസ്കാരം, പ്രീമിയർ ടയേഴ്സ് നൊസ്റ്റാൾജിയ ഗ്രൂപ്പിൻ്റെ പ്രതിഭാ പുരസ്കാരം, കൊട്ടാരക്കര കർമ്മശ്രേഷ്ഠ പുരസ്കാരം, കൊച്ചിൻ മുനിസിപ്പലിൻ്റെ എക്സലൻസ് അവാർഡ് തുടങ്ങി പ്രാദേശിക സംഘടനകളുടെ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. നിലവിൽ സ്വകാര്യ മേഖലയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി കലാറാണി എസ്, നെടുമങ്ങാട് സ്വദേശി, സാമൂഹ്യ പ്രവർത്തക, മോഡൽ, കവയിത്രി. 15 വർഷമായി പൊതുപ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. SK ഗ്ലോബൽ കലാസാഹിത്യ ഫിലിം അക്കാദമി ചെയർമാൻ, ബഹുജന സാഹിത്യക്കാരുടെ കേരള സ്റ്റേറ്റ് വനിതാ പ്രസിഡന്റ്, സൗത്ത് ഇന്ത്യൻ ഫിലിം അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് അംഗം, ഫിലിം അസിസ്റ്റന്റ് ഡയറക്ടർ, കൈത്താങ് ചാരിറ്റി മലപ്പുറം തിരുവനന്തപുരം കോർഡിനേറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. മോഡലിംഗ് മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗ്ലോബൽ ഹ്യൂമൻ പീസ് യൂണിവേഴ്സിറ്റി ദുബായിയുടെ കോർഡിനേറ്റർ കൂടിയാണ്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സരസ്വതി ബിജു, കോഴിക്കോട് കുറുവട്ടൂർ സ്വദേശി, കവയിത്രി, ഗാനരചയിതാവ്, അഭിനേത്രി, ആങ്കർ, നർത്തകി. ഗാനങ്ങളും കവിതകളും കവിതാ സമാഹാരങ്ങളും ആനുകാലികങ്ങളിലും മാഗസിനുകളിലും സോഷ്യൽ മീഡിയകളിലും പത്രത്തിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇടം തിരയുന്നവർ, അവൾ എഴുതണമെങ്കിൽ എന്നീ കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിനോടകം ഇടം തിരിയുന്നവർ എന്ന കവിതാ സമാഹാരത്തിന് 2025 വള്ളത്തോൾ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അവൾ എഴുതണമെങ്കിൽ എന്ന കവിതാ സമാഹാരത്തിന് 2025 ഭാഷാശ്രീ RK രവിവർമ്മ സംസ്ഥാന സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സിനിമയ്ക്കും ഓണത്തിനും വേണ്ടി ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗസലിനും ആൽബത്തിനും വേണ്ടിയും ധാരാളം രചനകൾ നടത്തിയിട്ടുണ്ട്. കൊട്ടാരക്കര കലാസാഹിത്യവേദി അവാർഡ്,
കേരള സർക്കാരും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും കവിതയ്ക്കുള്ള ക്യാഷ് അവാർഡ്, ലേഖനത്തിന് ലഭിച്ച അവാർഡ് തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീനിയർ നഴ്സിംഗ് ഓഫീസറായി ജോലി നോക്കി വരുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പി കെ ഗോകുലവാസൻ, കാസർഗോഡ് ഉദുമ സ്വദേശി, 30 വർഷമായി നൃത്തരംഗത്ത് തുടരുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി തുടങ്ങി മറ്റ് ഇന്ത്യൻ ഡാൻസുകളിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ഇതുകൂടാതെ ഡ്രോയിങ്, പെയിൻറ്റിംഗ് എന്നിവയിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം റിഗാറ്റ കൾച്ചറൽ സൊസൈറ്റി, അബുദാബി ഗൾഫ് ഫൈൻ ആർട്സ്, കേരള സോഷ്യൽ സെൻറ്റർ അബുദാബി എന്നീ സ്ഥാപനങ്ങളിൽ നൃത്ത അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. സൂര്യ ഫെസ്റ്റിവൽ, നിശാഗന്ധി ഫെസ്റ്റിവൽ, ചിദംബരം നാട്യാഞ്ജലി ഡാൻസ് ഫെസ്റ്റിവൽ, ഇന്ത്യ ഫെസ്റ്റ് അബുദാബി UAE എന്നിവിടങ്ങളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വന്തമായി ശിവനാട്യ സ്കൂൾ ഓഫ് ഡാൻസ് എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സിദ്ധാർത്ഥ് അജിത് കുമാർ, തിരുവനന്തപുരം കരമന സ്വദേശി, സാമൂഹ്യ പ്രവർത്തകൻ, കാരുണ്യ പ്രവർത്തകൻ, കൗൺസിലർ, കൈഗോ ഹോം ഹെൽത്ത് കെയർ ഡയറക്ടർ. കൈഗോ ഹോം ഹെൽത്ത് കെയർ വഴി ഡോക്ടർ കൺസൾട്ടേഷൻ, ചികിത്സകൾ, ഫിസിയോതെറാപ്പി, മെഡിക്കൽ ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകൽ, മരുന്ന് ഡെലിവറി എന്നിവ ചെയ്തു വരുന്നു. പേട്ടയിലുള്ള റിട്ടയർഡ് ടീച്ചേഴ്സിൻ്റെ വൃദ്ധസദനത്തിൽ അവർക്ക് ആവശ്യമായ കസേരകളും മറ്റ് മെഡിക്കൽ സംവിധാനങ്ങളും സേവനങ്ങളും നൽകുന്നുണ്ട്. വൃദ്ധസദനങ്ങൾ തിരുമലയിലുള്ള ഗ്ലോറിയ ലൈഫ് വൃദ്ധസദനത്തിലും വിനായക ചാരിറ്റി മിഷനിലും ഓഫീസുകളിലും സ്കൂളുകളിലും ഫ്രീ ആയിട്ട് മെഡിക്കൽ ക്യാമ്പുകളും ബ്ലഡ് ടെസ്റ്റും നടത്തി വരുന്നു. കൗൺസിലിംഗ് മുഖേന സ്കൂളുകളിലെ കുട്ടികളുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ടുള്ള ചില മാർഗങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിലെ കൗൺസിലർ എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള മികച്ച പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ചന്ദ്രശേഖരൻ ഇ, മലപ്പുറം വട്ടംകുളം സ്വദേശി, ഗായകൻ, ആങ്കർ, അഭിനേതാവ്. 100ഓളം സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്. 75ഓളം സ്റ്റേജുകളിൽ ആങ്കറായി. 6ഓളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 50 വർഷമായി പ്രവർത്തിക്കുന്ന വട്ടക്കുളം അമ്പിളി കലാസമിതിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു. നിലവിൽ ഉമ്മർകുട്ടി സാംസ്കാരിക കേന്ദ്രത്തിലെ ഗായകനാണ്. നാട്ടിലെ താരം എന്ന യൂട്യൂബ് ചാനലിൽ നാടക ഗാന എപ്പിസോഡിൽ അഭിനയിച്ചിട്ടുണ്ട്. കവിതകളും പാടി അഭിനയിച്ചു വരുന്നു. നിലവിൽ വട്ടക്കുളം അമ്പിളി കലാസമിതിയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സുചിത്ര എസ്, കൊല്ലം സ്വദേശി, നർത്തകി, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം എന്നിവയിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. കൊല്ലത്തെ വിവിധ സ്കൂൾ അക്കാഡമികളിൽ നൃത്ത അധ്യാപികയായി തുടരുകയും 500ഓളം കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുകയും ചെയ്തു. പെരുമണിൽ സ്വസ്തി അക്കാഡമി ഓഫ് ആർട്സ് എന്ന കലാകേന്ദ്രം സ്ഥാപിച്ചു. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇവിടെ നൃത്തത്തിന് പുറമെ ചെണ്ട, കീബോർഡ്, ഗിറ്റാർ, വയലിൻ, മ്യൂസിക് എന്നിവയെല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. കൊല്ലം കൊട്ടിയം ആസ്ഥാനമായി നടന്ന സാംസ്കാരിക മത്സരത്തിൽ മികച്ച നൃത്ത ആവിഷ്കാരത്തിനുള്ള പുരസ്കാരം, കൊല്ലം 7 മൈൽ ആസ്ഥാനമായി നടന്ന നൃത്ത ആവിഷ്കാരത്തിനുള്ള പുരസ്കാരം, ദേശീയ ഗാനം ശാസ്ത്രീയമായി അവതരിപ്പിച്ചതിനുള്ള പുരസ്കാരം, കൊല്ലത്തെ വിവിധ സ്റ്റേജ് പ്രോഗ്രാമിലുള്ള അവാർഡുകൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി അജി ബഷീർ, വയനാട് കൽപ്പറ്റ സ്വദേശി, കവയിത്രി, ചെറുകഥാകൃത്ത്. 120ഓളം കവിതകളും 22 ചെറുകഥകളും എഴുതിയിട്ടുണ്ട്. നവമാധ്യമങ്ങളിലും കവിതകളും കഥകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മഷിക്കോട് സർഗ സാഹിത്യവേദി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നീലത്തുവാല എന്ന ചെറുകഥയ്ക്ക് ശ്രീ ചിത്ര തിരുനാൾ അവാർഡ്, ഗോവ മലയാളി അസോസിയേഷൻ മഷിക്കൂട് അവാർഡ്, പെണ്ണെഴുത്തിടം അവാർഡ്, മന്ദാരം കവിതാ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. പുരോഗമന കലാസാഹിത്യവേദി വനിതാ സാഹിത്യ സംസ്ഥാന കമ്മിറ്റി അംഗവും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും, ഫിലമെന്റ് കലാ സാംസ്കാരിക വേദി സംസ്ഥാന കമ്മിറ്റി അംഗവും, പെണ്ണെഴുത്തിടം എഡിറ്റോറിയൽ ബോർഡ് അംഗം, കേരള സംഗീത നാടക അക്കാദമി ജില്ലാ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം, ലിറ്ററേച്ചർ ഓഫ് വയനാട് എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സന്തോഷ് കൊണ്ടൂർ,
മലപ്പുറം കോട്ടക്കൽ സ്വദേശി സാമൂഹ്യ പ്രവർത്തകൻ. ലീമാക്സ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ജില്ലയിലെ തിരഞ്ഞെടുത്ത കോളനികളായ കോട്ടക്കൽ, നിലമ്പൂർ, അരീക്കോട്, മേലാറ്റൂർ, മഞ്ചേരി, എടക്കര, പോത്തുകല തുടങ്ങിയ സ്ഥലങ്ങളിലെ നിർധനരായ കുടുംബത്തിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള സർവേയിൽ മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. കോവിഡ് കാലഘട്ടത്തിൽ അർഹരായ കുടുംബങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ പറപ്പൂർ പഞ്ചായത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നു. ഇതുകൂടാതെ സായി സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തകനും മലപ്പുറം ജില്ലാ ബ്ലഡ് ഡോണേഴ്സ് ക്ലബ്ബിലെ മെമ്പറായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നിർധനരായ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കുള്ള ഉച്ചഭക്ഷണ വിതരണത്തിൽ വീടുകൾ തോറും കയറി കളക്ട് ചെയ്ത് സമയബന്ധിതമായി വിതരണം ചെയ്തു വരുന്നു. നിലവിൽ KKS എന്ന സന്നദ്ധ സംഘടനയുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയും കോട്ടക്കൽ യൂണിറ്റിൻ്റെ സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സുരേഷ് കുമാർ N, തിരുവനന്തപുരം ചുള്ളിമാനൂർ സ്വദേശി, കാട്ടാക്കട കൃഷിഭവനിൽ അസിസ്റ്റന്റ് കൃഷി ഓഫീസറായി ജോലി നോക്കുന്നു. 25 വർഷത്തിലധികമായി കാർഷിക മേഖലയിൽ സേവനം ചെയ്തു വരുന്നു. മികച്ച കൃഷി ഉദ്യോഗസ്ഥനുള്ള ജില്ലാതല അവാർഡടക്കം നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് ഗാർഡൻ സൂപ്രണ്ടായി 10 വർഷം പ്രവർത്തിച്ചു. NSSുമായി ചേർന്ന ആദിവാസി തോട്ടം തൊഴിലാളികൾ എന്നിവരുമായി ചേർന്ന് ഈ മേഖലയിലെ കാരുണ്യ പ്രവർത്തനം നടത്തുന്നതിനോടൊപ്പം ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ പ്രചാരണങ്ങളും നടത്തിവരുന്നു. സർക്കാർ അനുമതിയോടെയും ആരുടെയും ഒരു തുകയും കൈപ്പറ്റാതെ നിരന്തരം കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. കാർഷിക മേഖലയിലെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ശ്രീദേവി VK, കോഴിക്കോട് അത്തോളി സ്വദേശി, നർത്തകി. ഭരതനാട്യം, മോഹിനിയാട്ടം തുടങ്ങിയ നൃത്തകലകളിൽ പ്രാവീണ്യം. 25 വർഷമായി നൃത്തരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. നിരവധി കുട്ടികളെ നൃത്തം പഠിപ്പിച്ചിട്ടുണ്ട്. പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ക്ലാസ്സുകൾ നടത്താറുണ്ട്. അത്തോളിയിൽ മയൂര കലാക്ഷേത്രയിൽ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് നടത്തുന്നു. അത്തോളി മയൂര കലാക്ഷേത്ര 2 ശാഖകളിലായി പ്രവർത്തിച്ചു വരുന്നു. അനവധി കുട്ടികളെ ഗുരുവായൂർ അമ്പലത്തിൽ അരങ്ങേറ്റം നടത്താൻ സഹായിച്ചിട്ടുണ്ട്. ധാരാളം കലോത്സവ വേദികളിൽ ജഡ്ജായി പോകാറുണ്ട്. നിലവിൽ പ്രോമിസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നൃത്ത അധ്യാപികയാണ്. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ബിന്ദു രഘുവരൻ, പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂർ സ്വദേശി. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി 1999 പ്രൊഫഷണൽ നാടക സമിതിയായ കൊല്ലം ചൈതന്യയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപിക എന്ന സൂപ്പർ ഹിറ്റ് നാടകത്തിലൂടെ അരങ്ങേറ്റം. തുടർന്ന് കടമനിട്ട കലാവേദി, കൊച്ചിൻ ഗുരു കമ്മ്യൂണിക്കേഷൻ, ചേർത്തല ശൈലജ, വൈക്കം അർച്ചന, തൃശ്ശൂർ സനാതന, തിരുവനന്തപുരം സംഘകേളി, തിരുവനന്തപുരം അതുല്യ, തൃശ്ശൂർ സദ്ഗമയ തുടങ്ങി നിരവധി നാടക സമിതികളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2000 കെസ്ക എന്ന കലാ സാംസ്കാരിക സംഘടന തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച അഖില കേരള നാടക മത്സരത്തിൽ മികച്ച നടിക്കുള്ള അവാർഡിന് അർഹയായി. 23 വർഷമായി കല ഒരു പ്രൊഫഷനായും പാഷനായും കൊണ്ടു നടക്കുന്നു. കൈലാസ് പ്രൊഡക്ഷൻ്റെ ബാനറിൽ ബാബു താന്നിക്കുടം തിരക്കഥ എഴുതിയ മെഗാ പരമ്പരയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നാടക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി അഞ്ജലി രാജ് SR, കന്യാകുമാരി പളുകൽ സ്വദേശി, നർത്തകി. മോഹിനിയാട്ടം, ഭരതനാട്യം, കേരള നടനം, ശാസ്ത്രീയ സംഗീതം എന്നീ കലകളിൽ പ്രാവീണ്യം. 2024 കൊച്ചിയിൽ നടന്ന മൃദംഗനാഥം ഭരതനാട്യം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പങ്കെടുത്തിട്ടുണ്ട്. മുതിർന്നവർക്കും കുട്ടികളുമായി 50ഓളം വിദ്യാർത്ഥികൾക്ക് നൃത്തം പഠിപ്പിച്ചു വരുന്നു. പാവപ്പെട്ട കുട്ടികൾക്ക് ഫീസ് വാങ്ങാതെയാണ് പരിശീലനം നൽകുന്നത്. നിലവിൽ കാരക്കോണം സെൻട്രൽ സ്കൂളിൽ നൃത്ത അധ്യാപികയായി ജോലി ചെയ്യുന്നു. വീട്ടം 5 നടാഞ്ജലി കലാഗ്രഹത്തിൻ്റെ പേരിൽ കലാപരിപാടികൾ നടത്തി വരുന്നുണ്ട്. വീട്ടമ്മമാരെയും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ധാരാളം ക്ഷേത്രത്തിൽ നിന്ന് മികച്ച നൃത്ത അധ്യാപികയ്ക്കുള്ള അവാർഡ് നേടിയിട്ടുണ്ട്. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ NP ബാലകൃഷ്ണൻ ആചാരി, കോട്ടയം ജില്ലയിലെ തൃക്കോതമംഗലം സ്വദേശി. പ്രഗത്ഭരായ തച്ചുശാസ്ത്ര വിദഗ്ധരായ പരമേശ്വരൻ ആചാരി, മറിയപ്പള്ളി ഭാസ്കരൻ, മാണി ആശാൻ,
ബാലയാശാൻ, കടുത്തയാശാൻ എന്നിവരിൽ ക്ഷേത്ര അടിയന്തരമേളം അഭ്യസിക്കുകയും കഥകളിയിൽ ചെണ്ട പഠിച്ച് 16 വർഷം തൊഴിലായി ചെയ്യുകയും ചെയ്തു. ഈ പരമ്പരാഗത തൊഴിലും അറിവും 400-ൽ പരം ശിഷ്യന്മാർക്ക് പകർന്നു നൽകിക്കൊണ്ടും അവരുമായി സഹകരിച്ചുകൊണ്ടും വിവിധ ഇടങ്ങളിൽ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പാരമ്പര്യ തൊഴിലായ ക്ഷേത്ര നിർമ്മാണത്തിൽ വൈദഗ്ധ്യം നേടുകയും ചെയ്തിട്ടുണ്ട്. 200ഓളം പുതിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും പുതുക്കി പണിയുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രശില്പി എന്ന നിലയിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഗീതാ ലക്ഷ്മി, ആലപ്പുഴയിൽ പള്ളിപ്പാട് മുട്ടം സ്വദേശി. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എഴുതുമായിരുന്നു. 2024 തൻ്റെ രചനയ്ക്ക് മലയാറ്റൂർ മാധവ പുനലി പുരസ്കാരം ഏറ്റുവാങ്ങി. ഗോവയിൽ നിന്നും ഇതുപോലെ തന്നെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഒരു പുസ്തകം പ്രകാശനത്തിന് ഒരുങ്ങുന്നു. 2025 ഏപ്രിലിൽ അശ്വതി തിരുനാൾ റാണി ലക്ഷ്മിബായി തമ്പുരാട്ടിയിൽ നിന്നും കലാസാഹിത്യ സംസ്കൃതിയിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രതീഷ്, തിരുവനന്തപുരം കാച്ചാണി സ്വദേശി. 15 വർഷമായി സാമൂഹ്യ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ആശുപത്രികളിൽ, പ്രത്യേകിച്ചും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം എത്തിക്കുന്നതിൽ ഒരു പ്രതിഫലവും വാങ്ങാതെ ഭക്ഷണപ്പൊതികൾ എത്തിച്ചു കൊടുക്കുന്നു. മിത്രം ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന് നിർധനരായവരെ സഹായിച്ചു വരുന്നു. അക്ഷരദീപ പുരസ്കാരം, നിലാവ് എന്ന സംഘടനയുടെ മദർ തെരേസ അവാർഡ്, വീഡിയോ സിഡിയുടെ മോനിഷ ഫിലിം അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ KN ഗോപാലകൃഷ്ണൻ, തിരുവല്ല ഓതറ സ്വദേശി. പാരമ്പര്യമായി ലഭിച്ച ജ്യോതിഷവും കോലമെഴുത്തും മുത്തച്ഛനിൽ നിന്നും അച്ഛനിൽ നിന്നുമാണ്. കഴിഞ്ഞ 55 വർഷങ്ങളായി ഈ മേഖലയിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കുകയും അവയുടെ വളർച്ചയ്ക്കായി അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്യുന്നു. ജ്യോതിഷശാസ്ത്രം സത്യസന്ധമായും ചിട്ടയുള്ള ജീവിതചര്യയായി കണ്ടുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരിലേക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ജ്യോതിഷ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഹരിനാരായണൻ, ആലുവ കണിയാൻകുന്ന് കടുങ്ങല്ലൂർ സ്വദേശി. ജ്യോതിഷ പഠനത്തിന് ശേഷം കേരളത്തിനകത്തും പുറത്തുമുള്ള 100 കണക്കിന് ക്ഷേത്രങ്ങളിലും മറ്റും ദേവപ്രശ്നങ്ങൾ നടത്തുന്നു. താമ്പൂല പ്രശ്നം, അഷ്ടമംഗല പ്രശ്നം എന്നിവയാണ് കൈകാര്യം ചെയ്യുന്നത്. കാമാക്ഷി ജ്യോതിഷാലയത്തിലൂടെ നേരിട്ടും ഓൺലൈനായും പൊതുജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. ജ്യോതിഷ കേസരി, ജ്യോതിഷഭൂഷണം എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ സാവർണി ഗുരുകുല ജ്യോതിഷ വിദ്യാലയത്തിൻ്റെ ഡയറക്ടറായും ജ്യോതിഷ വിചാര സംഘത്തിൻ്റെ കളമശ്ശേരി മേഖലാ സെക്രട്ടറിയായും ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നു. ജ്യോതിഷ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സുരേഷ് കുമാർ R, ആലപ്പുഴ ജില്ലയിൽ എടത്വ സ്വദേശി. 1987 മുതൽ ജ്യോതിഷശാസ്ത്ര പഠനം ആരംഭിച്ചു. 1999 മുതൽ ഇത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നു. നിരവധി സപ്താഹങ്ങൾക്ക് ആചാര്യത്വം വഹിച്ചിട്ടുണ്ട്. വേദാന്ത പഠനങ്ങൾ ജ്യോതിഷത്തെ പാരമ്പര്യ വഴിയിൽ സഞ്ചരിക്കുവാൻ പ്രചോദനം നൽകുന്നു എന്ന് മനസ്സിലാക്കി ജ്യോതിഷം കൈകാര്യം ചെയ്തു വരുന്നു. ജ്യോതിഷ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി മീനാക്ഷി മഞ്ഞപ്ര, പാലക്കാട് ജില്ലയിലെ മഞ്ഞപ്ര സ്വദേശിനി. കലയോടുള്ള താല്പര്യം കൊണ്ട് ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയം അഭിനയത്തിനായി മാറ്റിവെച്ചുകൊണ്ട് സീരിയൽ, സിനിമ അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2017 കേരള വിഷൻ ചാനൽ കൈലാസ് പ്രൊഡക്ഷൻ്റെ ബാനറിൽ ശ്രീ ബാബു താന്നിയുടെ തിരക്കഥ ചെയ്തു. ശ്രീ പ്രഭാത് ഹരിപ്പാട് സംവിധാനം ചെയ്ത വയൽക്കിളികൾ എന്ന മെഗാ സീരിയലിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമായി 300ഓളം എപ്പിസോഡുകൾ ചെയ്തു കഴിഞ്ഞു. 2025 ആൾരൂപം എന്ന മെഗാ പരമ്പരയിൽ മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് 500 എപ്പിസോഡ് കടന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ തെക്ക് വടക്ക്, ഡിക്റ്റേറ്റീവ്, ഉജ്ജ്വലൻ എന്നീ സിനിമകൾ അഭിനയിച്ചു. ഈ സിനിമകളെല്ലാം തന്നെ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിലും നല്ല പ്രാവീണ്യമുള്ള മീനാക്ഷി സീരിയലുകൾക്കും ഷോർട്ട് ഫിലിമുകൾക്കും ശബ്ദം നൽകുകയും ചെയ്തു വരുന്നു. അഭിനയ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീമതി ബിൻസി വർഗീസ്, തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ സ്വദേശി, അഭിനേത്രി. കൈലാസ് പ്രൊഡക്ഷൻ്റെ ബാനറിൽ വയൽക്കിളികൾ എന്ന 500 എപ്പിസോഡ് സീരിയലിൽ അഭിനയിച്ചു. ഇപ്പോൾ ആൾരൂപം എന്ന മെഗാ പരമ്പരയിൽ വേഷം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിരവധി ഷോർട്ട് ഫിലിമുകളിലും അഭിനയിക്കുന്നു. സൂര്യ TV-യിൽ മംഗല്യം തന്തുനാന എന്ന സീരിയലിലും ഗസ്റ്റ് റോൾ ചെയ്തു. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ആശ സുധി, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് സ്വദേശിനി, 13 വർഷമായി ഹൈസ്കൂൾ അധ്യാപികയായി ജോലി നോക്കുന്നു. കലയോടുള്ള താല്പര്യം കൊണ്ട് അഭിനയ രംഗത്തേക്ക് വന്നു. നിരവധി ഷോർട്ട് ഫിലിമുകൾ, ആൽബം എന്നിവ ചെയ്തിട്ടുണ്ട്. കേരള വിഷൻ സാറ്റലൈറ്റ് ചാനലിൽ 2023 ആരംഭിച്ച സീരിയൽ 500 എപ്പിസോഡ് പൂർത്തിയാക്കി. സിനിമാ സീരിയൽ ഒരു പാഷനായി കണ്ടുകൊണ്ട് അധ്യാപനവും അഭിനയവും ഒരുപോലെ കൊണ്ടു നടക്കുകയാണ്. അഭിനയ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സുപ്രിയ രമേശ്, കൊല്ലം ജില്ലയിൽ വെട്ടിക്കവല സ്വദേശി, എഴുത്തുകാരി. സോഷ്യൽ മീഡിയ മുഖപുസ്തകത്തിലൂടെ എഴുത്തിലേക്ക് വന്നു. കഥ, കവിത, ആസ്വാദനം, അവലോകനം എന്നിവ എഴുതാറുണ്ട്. എൻ്റെ തൂലികാ വസന്തങ്ങൾ എന്ന ആദ്യ കവിത മഞ്ചരി ബുക്സിലൂടെ 2023 പ്രസിദ്ധീകരിച്ചു. മഞ്ചരി പബ്ലിക്കേഷൻ എഴുത്തച്ഛൻ പുരസ്കാരം, കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ്, വിവിധ മികച്ച സാഹിത്യ പ്രതിഭ പുരസ്കാരങ്ങൾ എന്നിവ നേടിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുസ്തകമായ ഗിന്നസ് പെൻഡ്രൈവിൽ തൻ്റെ കവിത ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളം കിറ്റെക്സ് അപ്പാരലിൽ ക്വാളിറ്റി ഓഡിറ്റർ വിഭാഗത്തിൽ ജോലി ചെയ്തു വരുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഷബീര കളക്കാട്ട്, ഇരിങ്ങാലക്കുട സ്വദേശി. പഠനകാലത്ത് നാട്ടിലെ കലാസാഹിത്യ മേഖലകളിൽ സജീവമായിരുന്നു. പ്രശസ്തരായ സിനിമാ നടന്മാരുമായും നാടക നടന്മാരുമായും ഒപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പത്രമാസികകളിൽ കഥയും കവിതയും എഴുതുന്നു. സിനിമകളിൽ ചെറിയ വേഷത്തിൽ അഭിനയിക്കുന്നു. 2019 റിലീസായ ശക്തൻ തമ്പുരാൻ, ഓർക്കിഡ് പൂക്കൾ എന്നിവ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിമുകളിലും വേഷം ചെയ്തു വരുന്നു. അഭിനയ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.